ചരിത്രത്തിലാദ്യമായി ചൈന, റഷ്യ എന്നീ രണ്ട് ആണവ ശക്തികളെ ഒരേ സമയം നേരിടേണ്ട വെല്ലുവിളിയാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ളത്. ഇത് ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു പ്രശ്നമല്ല, മറിച്ച് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. അമേരിക്കയുടെ പ്രതിരോധ ഉദ്യോഗസ്ഥനായ റോബർട്ട് കാഡ്ലക്കിന്റെ ഈ വാക്കുകൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ആഗോള സുരക്ഷാ ക്രമത്തെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ചൈനയും റഷ്യയും തങ്ങളുടെ ആണവായുധ ശേഖരം അതിവേഗം വർദ്ധിപ്പിക്കുകയാണെന്ന് US സെനറ്റ് സമിതിയുടെ പുതിയ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഏപ്രിൽ 21 നടന്ന ചർച്ചയിലാണ് അമേരിക്ക ഇപ്പോൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയെക്കുറിച്ച് സെനറ്റർമാരും സൈനിക ഉദ്യോഗസ്ഥരും സംസാരിച്ചത്. ചൈന തങ്ങളുടെ ആണവായുധ ശേഖരം അവിശ്വസനീയമായ വേഗതയിൽ വർദ്ധിപ്പിക്കുകയാണെന്ന് അഡ്മിറൽ പാപ്പറോ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ചരിത്രത്തിലാദ്യമായി രണ്ട് പ്രബലമായ ആണവായുധ ശക്തികളെ ഒരേ സമയം നേരിടേണ്ടി വരുന്ന അതീവ സങ്കീർണമായ വെല്ലുവിളിയാണ് അമേരിക്കയും സഖ്യകക്ഷികളും അഭിമുഖീകരിക്കുന്നതെന്ന് വാഷിംഗ്ടണിൽ നടന്ന സെനറ്റ് ഹിയറിംഗ് വ്യക്തമാക്കിയിരിക്കുന്നു. അമേരിക്കൻ സെനറ്റ് സമിതി അധ്യക്ഷനായ റോജർ വിക്കർ ചൈനയെ ലോകത്തെ പ്രധാന ആക്രമണകാരി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ചൈന തങ്ങളുടെ നാവികസേനയെയും ആണവായുധങ്ങളെയും വളരെ വേഗത്തിൽ ശക്തിപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരേ സമയം ചൈനയെയും റഷ്യയും തടയുക എന്നത് ഭാവിയിലെ കാര്യമല്ല, അമേരിക്ക ഇപ്പോൾ നേരിടുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് എന്ന് സെനറ്റർ ഡഫ് ഫിഷറും പറഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ചൈനയുടെ ആണവായുധങ്ങൾ ഇരട്ടിയാകുമെന്ന് അഡ്മിറൽ പാപ്പറോ മുന്നറിയിപ്പ് നൽകി. നിലവിൽ 600 എണ്ണം ഉള്ളത് 2035 ആകുമ്പോഴേക്കും 1500 മുകളിലാകുമെന്നാണ് കണക്ക്. കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നും ആണവാക്രമണം നടത്താനുള്ള ശേഷി ചൈന ഇതിനകം നേടിക്കഴിഞ്ഞു. ദൂരപരിധി കൂടിയ മിസൈലുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ചൈന അമേരിക്കയെ പോലും പിന്നിലാക്കിയിരിക്കുകയാണ്. ഇത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥ തെറ്റിക്കുമെന്നും തായ്വാൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ US ഇടപെടൽ തടയാനുള്ള തന്ത്രമാണിതെന്നും സെനറ്റ് അംഗങ്ങൾ നിരീക്ഷിച്ചു. റഷ്യയിൽ നിന്നുള്ള ഭീഷണിയും നിസ്സാരമല്ല. അമേരിക്കയും റഷ്യയും തമ്മിലുണ്ടായിരുന്ന ആണവായുധ നിയന്ത്രണ കരാർ അവസാനിച്ചതോടെ റഷ്യയുടെ ആയുധശേഖരത്തിന്മേൽ ഇനി നിയന്ത്രണങ്ങളില്ല. യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തുന്ന ആണവായുധ ഭീഷണികൾ ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരം കൈവശമുള്ള റഷ്യ അന്താരാഷ്ട്ര ആയുധ നിയന്ത്രണ കരാറുകളിൽ നിന്ന് പിന്മാറുന്നത് അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്ന് സെനറ്റ് വ്യക്തമാക്കുന്നു. തന്ത്രപ്രധാനമായ ആണവായുധങ്ങളുടെ വിന്യാസവും പുതിയ തരം ഹൈപ്പർസോണിക് മിസൈലുകളുടെ പരീക്ഷണവും റഷ്യയുടെ ആക്രമണാത്മക നിലപാടിന്റെ സൂചനയായാണ് US കാണുന്നത്. ഈ ഇരട്ട ഭീഷണി നേരിടാൻ അമേരിക്ക തങ്ങളുടെ ആണവായുധങ്ങൾ പുതുക്കുകയും കൂടുതൽ ആധുനികമാക്കുകയും ചെയ്യണമെന്ന് ഈ ചർച്ചയിൽ ആവശ്യമുയർന്നു. നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം സഖ്യകക്ഷികളുമായുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കേണ്ടതും അനിവാര്യമാണ്. ഇതിനായി സ്പേസ് കമാൻഡ് ഉൾപ്പെടെയുള്ള സൈനിക വിഭാഗങ്ങൾക്ക് കൂടുതൽ പണം അനുവദിക്കണമെന്ന് സെനറ്റർമാർ പറഞ്ഞു. റഷ്യയും ചൈനയും ആണവ ബഹിരാകാശ മേഖലകളിൽ അതിവേഗം മുന്നേറുകയാണ്. എന്നാൽ ആ വേഗത അമേരിക്കയ്ക്കില്ലാത്തത് ആശങ്കാജനകമാണെന്നും അവർ വിലയിരുത്തി. ചൈനയെയും റഷ്യയും പോലുള്ള വൻ ശക്തികളെ തടഞ്ഞു നിർത്താൻ നാറ്റോ സഖ്യത്തിന്റെ സഹായം അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ്. എന്നാൽ അതേസമയം തന്നെ നാറ്റോ സഖ്യത്തിൽ നിന്ന് അകന്നു പോകുന്നതിനെക്കുറിച്ചോ അതിന്റെ പ്രാധാന്യം കുറയ്ക്കുന്നതിനെക്കുറിച്ചോ അമേരിക്ക ആലോചിക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ അമേരിക്ക ഇപ്പോൾ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണെന്നാണ് സെനറ്റർമാരുടെ വിലയിരുത്തൽ. ലോകരാഷ്ട്രീയത്തിലെ ഈ മാറ്റങ്ങൾ ഒരു ആണവ യുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ചൈനയും റഷ്യയും കൈകോർത്ത് ഒരേ സമയം നീങ്ങുന്നത് അമേരിക്കയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ആണവായുധ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള പഴയ കരാറുകൾക്ക് പ്രസക്തിയില്ലാതാകുന്നതും 3 ശക്തികൾ തമ്മിലുള്ള ഒരു ത്രികോണ മത്സരം ഉടലെടുക്കുന്നതും ലോക സമാധാനത്തിന് വലിയ വെല്ലുവിളി തന്നെയാണ്.